ഈ BR ഷഫീർ എന്തോ വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഒരു സംശയ കാര്യത്തിലാണ്. ഇപ്പൊ താങ്കൾക്ക് ഒരു 4 സ്കൂൾ പറഞ്ഞാൽ അതിനുള്ള പൈസ ഇപ്പൊ കിട്ടും. പിന്നെ 263 ദിവസക്കാലമായിട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെ സെക്രട്ടറിയുടെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 33 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 21,000 രൂപയ്ക്ക് മുകളിൽ ചോദിച്ചപ്പോൾ 7,000 ആണ് വാർഷികമായിട്ട് കൊടുത്തത്. 33 രൂപ, കേവലം 33 രൂപ കൂട്ടിയിട്ട് വന്നിരുന്നത് പറയുക ഞങ്ങൾ കൊടുക്കല്ലേ, വലിയ കാര്യമല്ലേ? 160 രൂപ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10 കൊല്ലം മുമ്പ് 160 രൂപ ഉണ്ടായിരുന്ന റബ്ബറിന്റെ വില ഇന്ന് വിലസ്ഥിരതാ ഫണ്ട് പ്രകാരം 500 ആവേണ്ടതിന് പകരം അത് 160 200 ആക്കിയിട്ട് പറയാണ്. വലിയ സംഭവമാണ് കേട്ടോ. ഈ കോടിക്കണക്കിന് രൂപ ഞാനും നിങ്ങളും അയ്യപ്പദാസും അനിൽകുമാറും ഉല്ലാസും എല്ലാം കേരളത്തിൽ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ ചോർത്തിയെടുത്ത് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ പെൻഷൻ കൊടുക്കാൻ എന്ന പേരിൽ പെട്രോളിയം സെസ്സിൽ പിരിച്ചു കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 1 രൂപ കൂട്ടാത്തവർ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വന്നിട്ട് ആ കോടികളെടുത്ത് വകമാറ്റിയതിനു ശേഷം ഇപ്പൊ വന്നിട്ട് പറയാണ് ഞങ്ങളിതാ സാധാരണക്കാരൻ ഇവിടെ നിൽക്കല്ലേ. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം, ഇത് കേൾക്കുന്ന ജനങ്ങളോടാണ്. ഒരു തേങ്ങ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയാൽ ഒന്ന് കുലുക്കി നോക്കും. അതാണ് കേരളം. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ? ഒരു പേന നമ്മളൊന്ന് എഴുതാൻ വാങ്ങിയാൽ ഒന്ന് ഉരച്ചു നോക്കും, ഒന്ന് വായിച്ചു ഒന്ന് നോക്കും. എന്നാൽ ഒരു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സർക്കാർ വന്നപ്പോ ആ സർക്കാരിനെ ഒന്ന് ഉരച്ചു നോക്കാനുള്ള ഉരകലില്ലാത്ത ഒരൊറ്റ കുഴപ്പം കൊണ്ടാണ് ഇവർ ഇത്രമാത്രം പല പോലെ വളർന്നത്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പറഞ്ഞുതരാം. കിറ്റ് കൊടുത്തില്ല അവര്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണല്ലോ കിറ്റ് കൊടുത്തത്. കേരളത്തിലെ ജനങ്ങളും പാവപ്പെട്ട സ്ത്രീകളും വിചാരിച്ചു 5 കൊല്ലം കൂടി കിറ്റ് ഞങ്ങളുടെ വീട്ടിൽ കിട്ടും. എല്ലാരും കൊണ്ട് കുത്തിക്കൊടുത്തു. എന്താ സ്ഥിതി? ഇലക്ഷൻ അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ അടുത്ത മാസം മുതൽ കിറ്റ് പിന്നെ കണ്ടിട്ടില്ല. അതുപോലെയുള്ള ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കേൾക്കട്ടെ. എനിക്കൊരു 4 മിനിറ്റ് സമയം താ. അല്ലല്ല, ഞാനൊരു കാര്യം 4 മിനിറ്റ് സമയം താക്കിയപ്പോ വിയർപ്പൊഴിക്ക് ക്ഷേമനിധിക്ക് അടച്ച പണം നിങ്ങളൊരു കിറ്റ് കൊടുത്ത തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അതെന്തോ വലിയ സംഭവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അയ്യപ്പദാസ് തൃശൂർ റൗണ്ടിലൂടെ നടക്കണം. സാധാരണക്കാരായ കൊത്തന്മാരില്ലേ, പാവപ്പെട്ട കയ്യാളുകളും നിർമ്മാണ തൊഴിലാളികൾ, അവരുടെ ഏകദേശം 797 കോടി രൂപ അവർ അംശാദായി അങ്ങോട്ട് അടച്ചതാണ്. അത് ഇന്ന് വരെ 18 മാസമായിട്ട് കുടിശ്ശികയാണ്. 10 പൈസ അവർ കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. അതുപോലെ അങ്കണവാടി ആശാ വർക്കർമാർക്ക് 2 മാസമായിട്ട് ഓർഡറിനെ കൊടുത്തിട്ടില്ല. സാർ വണ്ടി എടുക്കട്ടെ മോളെ. ആര് കൊടുക്കും? നിങ്ങൾ വലിയ തള്ളുന്നുണ്ടല്ലോ. ശസ്ത്രക്രിയ നിങ്ങൾക്കറിയോ? ഡിവൈഎഫ്ഐയുടെ ഈ അനിൽകുമാറിന്റെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ CPM ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയുടെ സ്വന്തം ഭാര്യയുടെ സഹോദരനാണ് ശ്രീ ഹാരിസ് ഹസൻ, ഡോക്ടർ, യൂറോളജി വിഭാഗ മേധാവി. അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ പ്രൊഫഷനിൽ നിന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ ഉപകരണവും ഇല്ല, ഇവിടെ ശസ്ത്രക്രിയ സാധനവും ഇല്ല. ഓരോരുത്തർ പാവപ്പെട്ടവർ സർജറിക്ക് വരുമ്പോൾ 15,000 രൂപയുടെ കുറിപ്പ് കൊടുത്ത് താഴെ അടയ്ക്കാൻ പറയുകയാണ്. കൈക്കൂലി താഴെ സർക്കാരിലേക്ക് 15,000 രൂപ അടയ്ക്കാത്ത പാവപ്പെട്ടവന് സർജറി ഇല്ല, ഇല്ലെങ്കിൽ 2 കൊല്ലം കാത്തിരിക്കണമത്രേ. ഞാൻ മടുത്തു. ഇവിടെ സർക്കാർ സാധാരണക്കാരന് പിന്നെ ഓപ്പറേഷൻ നടത്താൻ ഉപകരണമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. പറയട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജ് ശരിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകൾ ഒന്നാണ്. അവിടെ ശസ്ത്രക്രിയകൾ ഇപ്പോഴല്ല, പണ്ട് മുതലേ വലിയ കാര്യമാണ്. പക്ഷേ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് 10 നില കെട്ടിടം രാജാവ് ഉദ്ഘാടനത്തിന് ഡേറ്റ് കൊടുക്കാത്ത ഒറ്റ കാരണത്താൽ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന 10 നില കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റുന്നതിന് പകരം അവിടെ തുറന്നു കൊടുത്തില്ല. ആ കെട്ടിടമെല്ലാം കൂടി ഇടിഞ്ഞു വീണു. ഒരു സഹോദരി അതിനകത്ത് നടന്ന് ശ്വാസം പൊട്ടി തലപൊട്ടി മരിച്ചത് ഈ അനിൽകുമാറിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മനസ്സിലായില്ലേ? സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഒരു കപ്പിത്താനുണ്ട് സാർ. ഈ കപ്പൽ സർക്കാർ വൈകിയാണെങ്കിലും നിങ്ങൾ വൈകി ഇപ്പോഴല്ലേ ഇലക്ഷന് തലേന്നല്ലാതൊക്കെ ചോദിക്കും. എപ്പോഴാണെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ജനം അത് കാണുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കണ്ണിൽ ഞാൻ അത് പറയാനില്ല. അയ്യപ്പദാസിനോട് 2 മിനിറ്റ് ചോദിച്ചത് നോക്കൂ. മരുന്ന് വിതരണ കമ്പനികൾക്ക് 2,400 കോടി എങ്ങനെ കൊടുക്കും? പിന്നെ ഹാർട്ട് ഓപ്പറേഷന്റെ സ്റ്റെന്ത് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊടുക്കാനുള്ള 4,600 കോടി രൂപ ഈ ഉപകരണ കമ്പനികൾക്ക് ഈ സർക്കാർ കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്ക്, ജലജീവൻ മിഷൻ കൊത്തിപ്പൊളിച്ചു. സകല റോഡുകളും പ്രധാനമന്ത്രിയുടെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിപ്പൊളിച്ചു. അവർ പൈസ അടച്ചു, ആ പൈസ വകമാറ്റി.
ഇപ്പൊ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് കുടിശ്ശിക 1200 കോടിയാണ്. നിങ്ങൾ നോക്ക്, സപ്ലൈകോക്ക് 2215 കോടി രൂപയാണ് മില്ലുകൾക്കും ഈ പിന്നെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. 2215 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 140 കൊടുത്തിട്ട് പറയാണ് സപ്ലൈകോയെ ബലപ്പെടുത്തും. എന്ത് തട്ടിപ്പാണ് സാർ? ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. രൂക്ഷമായ വിലക്കയറ്റം, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം, കേരളത്തിൽ വസ്തു വാങ്ങാൻ നിവൃത്തിയില്ല, വസ്തു കൊടുക്കാൻ നിവൃത്തിയില്ല, പണമില്ല, ബിസിനസ്സുകളും ചെറുകിട കച്ചവടക്കാരും പൂട്ടിപ്പോകുന്നു. 1 ലക്ഷത്തിൽ കൂടുതൽ ചെറുകിട കച്ചവടക്കാർ പൂട്ടിപ്പോയ സാഹചര്യം, കട തുറക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം, കട വാടകയ്ക്ക് എടുക്കാൻ ആളില്ലാത്ത സാഹചര്യം, ആളുകളുടെ കയ്യിൽ കാശില്ലാത്ത സാഹചര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളം ഇതുപോലെ ദാരിദ്ര്യമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് അയ്യപ്പദാസ് പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ ഇതിനെല്ലാത്തിനും നന്ദി പറയുന്നത് അയ്യപ്പ സ്വാമിയോടാണ്. ആ അയ്യപ്പ സ്വാമിയുടെ 5.5 കിലോ സ്വർണ്ണ യുവമാർ അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്ത് പുഴുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പ്രഖ്യാപിക്കില്ലായിരുന്നു. അയ്യപ്പ സ്വാമിയുടെ ദ്വാരപാലകന്മാരുടെ ഉടയാടകൾ വരെ അടിച്ചു വെച്ച് യോഗദണ്ഡും ആലിലയും ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്തപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ സാർ? ശരി. ഈ നാട്ടുപുറത്തൊക്കെ ഒരു സാധാരണഗതിയിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഈ കട സാധാരണഗതിയിൽ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ആദായ തരത്തിൽ വിറ്റഴിക്കൽ പ്രക്രിയ നടത്തും എന്ന് പറയാൻ ബോർഡ് വെക്കും. ആദായ വിൽപ്പന, കട ഒഴിപ്പിക്കൽ. ഒരു സംസ്ഥാന സർക്കാർ 10 കൊല്ലക്കാലം ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിച്ച് കുത്തുവാള എടുപ്പിച്ചതിന് ശേഷം അവസാനത്തെ കച്ചത്തിരുമ്പാണ് ഞങ്ങൾ 5 കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു തക്കാപ്പിച്ച ഇട്ട് തന്നാൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് കുത്തിത്തരും എന്നൊരു ധാരണ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കുമുണ്ട്. ഒരു അളയിൽ നിന്ന് 2 തവണ പാമ്പിന്റെ കടിയേക്കൂല കേട്ടോ. 1 തവണ കേൾക്കും, 1 തവണ എന്തായാലും കടിയേക്കും. 2 തവണ ഒരേ അളയിൽ ഒരാൾക്കും പാമ്പ് കടിയേറ്റിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ, എന്തൊരു പൊള്ളത്തരമാണ്. എന്തായിരുന്നു ഇവരുടെ പ്രകടന പത്രിക? പെൻഷൻ 2500 ആക്കും. ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. 5 കൊല്ലത്തിനിടയിൽ 100 രൂപയെങ്കിലും അവർ കൂട്ടിയില്ല. ഈ 5 കൊല്ലക്കാലം, 10 കൊല്ലം ഞാൻ വിടുകയാണ് കേട്ടോ, 5 കൊല്ലക്കാലത്തിനിടയിൽ 100 രൂപ പോലും കൂട്ടാത്തവർ പഞ്ചായത്ത് ഇലക്ഷന് 1 മാസം ബാക്കി നിൽക്കവേ ഒറ്റ പ്രഖ്യാപനമാണ്. 300-ൽ നിന്ന് 600 ആക്കി ഉമ്മൻചാണ്ടി സർക്കാർ. അതിൽ നിന്നാണ് 1600-ലേക്ക് ഇവർ കൊണ്ടുവന്നത്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് 2016-21 പറയണ്ട. അയ്യപ്പദാസെ ഞാൻ നിങ്ങളുമായി തർക്കത്തിന് പറയില്ല. അയ്യപ്പദാസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, 75 വയസ്സ് കഴിഞ്ഞവർക്ക് 1200 രൂപ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെൻഷൻ കൊടുത്ത, കേരളത്തിൽ പെൻഷൻ കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. എന്റെ കയ്യിൽ രേഖയുണ്ട്. നിങ്ങൾക്ക് തർക്കിക്കാവോ? ഇല്ലില്ല, അയ്യപ്പദാസിനെ തർക്കിക്കാൻ പറ്റില്ല. ശരിയാണ്, അത് ആ പ്രായം കാറ്റഗറിയിലാണ്. നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ പൊതുവായ ക്ഷേമ പെൻഷൻ 1600 എന്ന് പറയുന്ന പോലെ അല്ലാതെ അത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക്. ശരിയാണത്. LDF സർക്കാർ ഇപ്പൊ നോക്കൂ, ഇന്ന് തന്നെ CPM-ന്റെ മുഖപത്രത്തിലെ ആദ്യ പേജിൽ കവർ പേജിൽ 1-ാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം 100 രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയതാണ്. പച്ചനുണയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു കണക്ക് പറയാം. BS സർക്കാരിന്റെ കാലഘട്ടത്തിൽ 300 രൂപയാണ് പെൻഷൻ. 13 ലക്ഷം പേർക്കേ പെൻഷനുള്ളൂ. ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് 33 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ. ഞങ്ങളുടെ കൃത്യമായ ധാരണയായിരുന്നു. എന്തായിരുന്നു BS അച്യുതാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ 65 കഴിയണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ പെൻഷൻ ഇല്ല. 3 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം പെൻഷൻ. ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ഉടനെ ഒരു കാര്യം പറഞ്ഞു, 3 ലക്ഷം എന്നുള്ളത് എടുത്തു മാറ്റുകയാണ്. ആൺമക്കൾ ഉണ്ടെങ്കിലും പെൻഷൻ ആകാം. 65 വയസ്സെന്നുള്ളത് 60 ആക്കുന്നു. എന്നിട്ട് പറയുന്നു ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ. കൂടാതെ ഇങ്ങനെ കൂടി പറഞ്ഞു, ഒരാൾക്ക് 1, 2, 3 പെൻഷൻ ആകാം. 300 രൂപയിൽ നിന്ന് 600 രൂപയാക്കുന്നു. 75 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിൽ ആദ്യമായി 1200 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഞങ്ങളാ കൊടുത്തത്. തോന്നു നോക്കിയിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് പോരാ. എന്താ ഇവരുടെ പ്രകടന പത്രിക? ഞങ്ങൾ 2500 രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞവർ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 100 രൂപ പോലും കൂട്ടാതെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന് സഹകരണ ബാങ്കിലെ സഖാക്കന്മാരുടെ കയ്യിൽ കൊടുത്തത് പിണറായിയുടെ സംഭാവനയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പിരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ജനങ്ങൾ വകവയ്ക്കുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. 2, 1956 കേരളം ഉണ്ടായത് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുന്നവരെ കേരളത്തിലെ കടം 1 ലക്ഷം കോടിയാണ്. അത് പിന്നെ EMS സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഇങ്ങ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ 1 ലക്ഷം കോടിയെ കടമുണ്ടായിരുന്നുള്ളൂ.
ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞ് 10 കൊല്ലമായപ്പോ 4.25 ലക്ഷം കോടി രൂപയുടെ കടമാണ് എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ളിവിടപ്പെട്ടു. എന്താ ഇവരുദ്ദേഹം കുറെ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. എങ്ങനെ എത്ര കടമുണ്ടായത്? ആ കടം എങ്ങനെ ഇത്രമാത്രം പെരുകിയത്? ഇവർക്ക് നികുതി പിരിക്കാൻ അറിയുമോ? അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഒരു പ്രഖ്യാപനം ഞാൻ പറഞ്ഞുതരാം. എന്താണ് പ്രഖ്യാപനം? നോക്കൂ, സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾ ഗഡു 4% ഗഡു കൂടി വർദ്ധിപ്പിക്കുന്നു. എത്ര ശതമാനം കുടിശ്ശിക ഉണ്ടെന്ന് അവർ പറയണ്ടേ? എത്ര ശതമാനം കുടിശ്ശിക? 13% കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ഈ പ്രഖ്യാപനം നടത്തിയാലും 13% കുടിശ്ശികയാണ്. 2022 ജൂലൈ മാസത്തിൽ കൊടുക്കേണ്ട പിന്നെ 4% ഗഡുവാണ് ഇപ്പോ കൂട്ടിയെന്ന് പറഞ്ഞത്. 1 രൂപയും കൂട്ടിയിട്ടില്ല. മാത്രമല്ല ജീവനക്കാർക്ക് അതുകൊണ്ട് നഷ്ടമേ ഉണ്ടായിട്ട്. ഒരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞുതരാം. എന്താണ് ഒരു സർക്കാരിന്റെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത്? ഏതൊക്കെ വകുപ്പുകളാ? ഒരു സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാ? ഒന്ന് ആഭ്യന്തരമാണ്, ഒന്ന് വിദ്യാഭ്യാസമാണ്. ആഭ്യന്തര വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും കൊണ്ടുവന്ന് RSSന്റെ ആലയത്തിൽ പണയം വെച്ചിട്ട് 1400 കോടി രൂപ വാങ്ങാൻ വേണ്ടി പോയവരെ കുറിച്ചാണ് നിങ്ങളിത് പറയുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ ഞങ്ങളെ വല്ലാതെ ഞെരുക്കിയില്ലേ? കേന്ദ്രത്തിനെതിരായി ഞങ്ങളല്ലേ പോരാടി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. ഇവിടെ ചില കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. വെറും കേവലം 1400 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലഘട്ടം മുതൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തെ കൊണ്ടുവന്ന് RSSന്റെ ആലയത്തിൽ പണയം വെച്ച് അവസാനം CPIയുടെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിന്മാറേണ്ടി ഗതികേടുണ്ടായ ഒരു പാർട്ടിയുടെ വക്താവ് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ട് മുട്ടിയില്ലേ. അതാണ് ഒരു കാര്യം. അപ്പൊ ആഭ്യന്തരവും വിദ്യാഭ്യാസവും കൊണ്ടുവന്ന RSSന് പണയം വെച്ച് 1600 കോടി രൂപയ്ക്ക് PM ശ്രീ ഒപ്പിട്ടവർ പറയാണ് 10,000 കോടി രൂപയുടെ ഈ അധിക പണം എങ്ങനെ ഉണ്ടാക്കും? അയ്യപ്പദാസിനോട് ഒറ്റ ചോദ്യം. ഡിസംബർ വരെ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധി എത്രയാ? 10,000 കോടിയാ. ആ 10,000 കോടി എടുത്തു കഴിഞ്ഞു. ഈ 10,000 കോടി രൂപയുടെ ബാധ്യത എങ്ങനെ എടുക്കും? കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പിന്റെ പരിധി കഴിഞ്ഞു. പിന്നെ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? നികുതി വർദ്ധിപ്പിക്കുക. എങ്ങനെയാ നികുതി വർദ്ധിപ്പിക്കുക? കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം 5 MLA നിരാഹാരം കിടന്നിട്ട് പോലും പിൻവലിക്കാതിരുന്ന നികുതിയില്ലേ? 4,500 കോടി രൂപയുടെ നികുതിയില്ലേ? എന്താണത്? വീട്ടുകരം കൂട്ടും, വെള്ളക്കരം കൂട്ടും, ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ മാസവും പല റേറ്റിൽ കൂട്ടും. ജനമറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. തൊഴിൽക്കരം കൂട്ടും, ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് ചാർജ് കൂട്ടും. അപ്പോ പരോക്ഷമായി ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ പൈസ ഉണ്ടാക്കും സർക്കാർ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു അവകാശവാദം അല്ലെങ്കിൽ ആരോപണം. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തി.